ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ഇരുട്ടിനെ വെളിച്ചമെന്ന് വിളിക്കുന്നവർ. അച്ചോ, ഇരുട്ടിനെ വെളിച്ചവും വെളിച്ചത്തെ ഇരുട്ടുമാക്കുന്നവർ എന്ന് പ്രവാചകൻ പറയുന്നതിൻ്റെ അർത്ഥമൊന്ന് വിശദീകരിക്കാമോ? യെശയ്യായുടെ ഗ്രന്ഥത്തിലെ 5-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യമാണ് സൂചന. തിന്മയെ നന്മയെന്നും നന്മയെ തിന്മയെന്നും വിളിക്കുന്നവന് അയ്യോ ഹാ കഷ്ടം. ഇരുട്ടിനെ വെളിച്ചവും വെളിച്ചത്തെ ഇരുട്ടുമാക്കുന്നവന് അയ്യോ ഹാ കഷ്ടം. കയ്പിനെ മധുരവും മധുരത്തെ കയ്പുമാക്കുന്നവർക്ക് അയ്യോ ഹാ കഷ്ടം. ഇതാണ് ആ വചനം. ഇതിനോട് സാമ്യമുള്ള ഒരു വചനം ഇയ്യോബിന്റെ പുസ്തകം, ജോബിന്റെ പുസ്തകം 5:14 കാണാം. പകൽ സമയത്ത് അവർക്ക് ഇരുൾ നേരിടുന്നു, ഉച്ച സമയത്ത് രാത്രിയിൽ എന്ന പോലെ അവർ തപ്പിത്തടയുന്നു. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, സ്വന്തം പാപങ്ങള് അവരുടെ കണ്ണിന്റെ കാഴ്ച മറയ്ക്കുന്നതിനാൽ ഉച്ച സമയത്ത് പോലും അവർ രാത്രിയിൽ എന്ന പോലെ തപ്പിത്തടഞ്ഞ് നടക്കുന്നു. ആത്മീയമായ അഴുകലിന്റെയും അഴിമതിയുടെയും അത്യുച്ചയിലാണ് അത് സംഭവിക്കുക. ഇതാണ് ഒരു ഒറ്റ വാക്കിൽ പറഞ്ഞാൽ. ഈ യെശയ്യാ പാഠത്തിന്റെ അർത്ഥം അല്ല ആഴത്തിൽ കടക്കണമെങ്കിൽ ആ വചനത്തിന് മുമ്പും പിമ്പുമുള്ള വചനങ്ങൾ ഒന്ന് കേൾക്കുകയും അതിലെ ചില വചനങ്ങളുടെ അർത്ഥം നമ്മൾ ഇച്ചിരി കൂടി ആഴത്തിൽ പഠിക്കുകയും വേണം. അതിനാൽ യെശയ്യായുടെ പുസ്തകത്തിൽ 5-ാമത്തെ അധ്യായം 18 മുതലുള്ള വാക്യങ്ങൾ, 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുകയാണ്. ആ വായന തന്നെ ചില ഉത്തരങ്ങൾ നൽകും. നുണയുടെ കയറുകൊണ്ട് അകൃത്യത്തെ വലിച്ചിഴയ്ക്കുന്നവന് അയ്യോ ഹാ കഷ്ടം. പാപത്തെ വണ്ടിക്കയറുകൊണ്ട് കെട്ടിവലിക്കുന്നവന് അയ്യോ ഹാ കഷ്ടം. അവിടുന്ന് ബന്ധപ്പെട്ട് തന്റെ പ്രവൃത്തി നിറവേറ്റട്ടെ, നമുക്ക് കാണാമല്ലോ. ഇസ്രായേലിന്റെ പരിശുദ്ധന്റെ ആലോചന ആസന്നമാകട്ടെ, നമുക്കറിയാമല്ലോ എന്ന് പറയുന്നവർക്ക് അയ്യോ ഹാ കഷ്ടം. തിന്മയെ നന്മയെന്നും നന്മയെ തിന്മയെന്നും വിളിക്കുന്നവന് അയ്യോ ഹാ കഷ്ടം. ഇരുട്ടിനെ വെളിച്ചവും വെളിച്ചത്തെ ഇരുട്ടുമാക്കുന്നവന് അയ്യോ ഹാ കഷ്ടം. കയ്പിന് മധുരവും മധുരത്തെ കയ്പുമാക്കുന്നവർക്ക് അയ്യോ ഹാ കഷ്ടം. തന്നെ തന്നെ ജ്ഞാനിയെന്നും സ്വയം ധിഷണാശാലിയെന്നും കരുതുന്നവർക്ക് അയ്യോ ഹാ കഷ്ടം. വീഞ്ഞു കുടിക്കുന്നതിൽ വീരന്മാരും മദ്യം കലർത്തുന്നതിൽ ബിരുദന്മാരുമായവർക്ക് അയ്യോ ഹാ കഷ്ടം. കോട വാങ്ങി കുറ്റവാളിയെ മോചിപ്പിക്കുകയും നിരപരാധിയുടെ നീതി നിഷേധിക്കുകയും ചെയ്യുന്നവർക്ക് അയ്യോ ഹാ കഷ്ടം. അതിനാൽ തീനാളം വൈക്കോലിനെ വിഴുങ്ങുന്നത് പോലെ, അഗ്നിജ്വാലയിൽ ഉണക്കപ്പുല്ല് ദഹിച്ചു പോകുന്നത് പോലെ അവരുടെ വേര് കെട്ടുപോകും. അവരുടെ പുഷ്പം പൊടി പോലെ പറന്നു പോകും. അവർ സൈന്യങ്ങളുടെ യാഹ്വേയുടെ ന്യായപ്രമാണം ഉപേക്ഷിച്ചു, ഇസ്രായേലിന്റെ പരിശുദ്ധന്റെ വചനത്തെ ചവിട്ടി പുറത്താക്കി. അക്കാരണത്താൽ യാഹ്വേയുടെ കോപം തന്റെ ജനത്തിന് നേരെ ജ്വലിക്കും. അവിടുന്ന് അവരുടെ നേരെ കൈനീട്ടി അവരെ പ്രഹരിക്കും. അപ്പോൾ പർവ്വതങ്ങൾ വിറയ്ക്കും, അവരുടെ ശവങ്ങൾ തെരുവീഥികൾ നടുവിൽ മാലിന്യം പോലെ കിടക്കും. എന്നിട്ടും അവിടുത്തെ കോപം അടങ്ങാതെ അവിടുത്തെ കൈ ഇനിയും നീട്ടിപ്പിടിച്ചിരിക്കും. ഇതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്, അന്നത്തെ രാജാവിന്റെ അരമനയിലെ യെശയ്യാ പ്രവാചകൻ ഏത് രാജാക്കന്മാരുടെ കാലത്തൊക്കെയാണ് പ്രവചിച്ചതെന്ന് യെശയ്യായുടെ പുസ്തകം 1:1 തന്നെ കാണാം. ആ യെറൂസലേമിലെ യെശയ്യായുടെ കാര്യമാണ് പറയുന്നത്. ആ രാജാവിന്റെ അക്കാലത്തെ രാജാക്കന്മാരുടെ അരമനയിലെ ബുദ്ധിജീവികൾക്കെതിരെ കർത്താവിന്റെ പദ്ധതിയും ലക്ഷ്യവുമായിട്ട് യെശയ്യാ അവതരിപ്പിക്കുന്ന പ്രബോധനങ്ങളും മുന്നറിയിപ്പുകളും, അതാണ് ഇതിന്റെ പശ്ചാത്തലം. അതെല്ലാം വെറും വാചകമടിയാണ്. ബൈബിളിൽ എഴുതിയിരിക്കുന്നത് അങ്ങനെ, ബൈബിളിൽ പലതും എഴുതും, പ്രവാചകന്മാർ പലതും പറയും, അതൊക്കെ വെറും വാചകമടിയാണ് എന്ന് രാജാവിന്റെ ഉപദേശകര് രാജാവിന് ഉപദേശിച്ചു. അതായത് ഈ രാജാവിന്റെ അരമനയിലെ ബുദ്ധിജീവികൾക്കെതിരെ പ്രവാചകൻ പറഞ്ഞ വചനമൊന്നും കണക്കിലെടുക്കേണ്ട കാര്യമില്ല. ഈ പ്രവാചകന്റെ പ്രബോധനങ്ങൾ പരിഗണിക്കുകയേ വേണ്ട. അത് വെറും വാചകമടി. എന്തുമാത്രം പ്രവാചകന്മാർ നമുക്കുണ്ടായിട്ടുണ്ട്, എന്തുമാത്രം വചനമുണ്ടായിട്ടുണ്ട്. ദൈവം അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നു പറഞ്ഞിട്ട് വല്ലതും സംഭവിച്ചിട്ടുണ്ടോ? ഇവിടെ തന്നെ പറയുന്നുണ്ടല്ലോ, ഈ അവിടുന്ന് ദൈവം ബന്ധപ്പെട്ട് തന്റെ പ്രവൃത്തി നിറവേറ്റട്ടെ, നമുക്ക് കാണാലോ. ഇസ്രായേലിന്റെ പരിശുദ്ധന്റെ ആലോചന ആസന്നമാകട്ടെ, നമുക്കറിയാമല്ലോ എന്നെല്ലാം അവര് ഈ അരമനയിലുള്ളവര് തന്നെ പറഞ്ഞിരുന്നു. അതായത് ദൈവത്തെ ഭയമില്ല, വിശ്വാസമില്ല, ഭയമില്ല. അങ്ങനെയാണ് ഈ രാജാവിന്റെ അരമനയിലുള്ളവര്. അവർക്കെതിരെ ഈ യെശയ്യാ പറഞ്ഞൊന്നും നിറവേറുകയില്ലെന്ന് ആക്ഷേപിച്ചപ്പോ അതിന് മറുപടിയായിട്ട് പ്രവാചകൻ പറഞ്ഞതാണ് ഈ ഇന്നത്തെ ഇപ്പൊ നമ്മൾ കേട്ട ഈ വചനം.
അവിടെയാണ് ഈ ഇരുളിനെ വെളിച്ചമെന്നും വെളിച്ചത്തെ ഇരുളെന്നും കണക്കാക്കുന്നൊക്കെ പറയുന്നത്. എന്നിട്ട് അതൊക്കെ ഉപയോഗിക്കുന്ന ചില വാക്കുകൾ നോക്കി, നുണയുടെ കയറ് കൊണ്ട് അകൃത്യത്തെ വലിച്ചിഴയ്ക്കുന്നതിന് അയ്യോ കഷ്ടം. ഈ സിറിയ, ഇപ്പോഴത്തെ സിറിയ ഉണ്ടല്ലോ, അവിടെ റാസ ഷമ്ര എന്നൊരു സ്ഥലമുണ്ട്. അവിടെ നിന്ന് BC 1400-കളിൽ രചിക്കപ്പെട്ട ഒരു ശിലാഫലം കിട്ടിയിട്ടുണ്ട്. പെണ്ണാടിന്റെ കയറ് കൊണ്ട് അകൃത്യത്തെ കെട്ടിവലിക്കുന്നതിന് ശാപം എന്നാണ് അതിന് എഴുതിയിരിക്കുന്നത്. കാളക്കയറ് കൊണ്ട് പാപത്തെ കെട്ടിവലിക്കുന്നവന് കഷ്ടമെന്നും അവിടെ എഴുതിയിട്ടുണ്ട്. കാളയെയോ ആടിനെയോ കഴുത്തിൽ കയറിട്ട് നമ്മളിങ്ങനെ വലിച്ചുകൊണ്ട് പോകുമല്ലോ, അതുപോലെ ചിലര് പാപവും തിന്മയൊക്കെ ഇങ്ങനെ കെട്ടി അവരിങ്ങനെ പിടിച്ചോണ്ട് നടക്കുകയാണ്. ഒരു കാരണവശാലും ഈ കയറ് വിടാൻ തയ്യാറല്ല. പാപത്തിൽ നിന്നും തിന്മയിൽ നിന്നും പിന്തിരിയാൻ ഇഷ്ടമില്ലെന്ന് മാത്രമല്ല, അതിങ്ങനെ കൂടെ വലിച്ചുകൊണ്ട് നടക്കുകയാണ്. അവര് ഈ ചിലർക്ക് ആയുധം ധരിക്കല്ലോ, നമ്മൾ ഹെൽമറ്റ് ധരിക്കല്ലോ, ഇതുപോലെ തിന്മ ധരിച്ച് പാപം ധരിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ അവരെ കണ്ണും ചെവിയും ഒക്കെ ഈ ഹെൽമറ്റ് ധരിക്കുമ്പം കുറച്ച് ബാക്കിയൊക്കെ മൂടി പോകുമല്ലോ, ഇതുപോലെ തിന്മയും പാപം കൊണ്ട് ഹെൽമറ്റ് ധരിക്കുന്ന പോലെയൊക്കെ ധരിച്ചു വെച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ നുണയുടെ കയർ കൊണ്ട് ഇങ്ങനെ കെട്ടിവലിച്ച് കൊണ്ടുപോവുകയാണ്. അതായത് ഒരു ആടിനെ കൊണ്ടുപോകുന്ന പോലെ, ഒരു കയറ് കെട്ടിയിട്ട് കൊണ്ടുപോകുന്ന പോലെ, ഒരു പശുവിനെ കൊണ്ടുപോകുന്ന പോലെ പാപത്തിന് തിന്മയും ഇവർ പോകുന്നിടത്തൊക്കെ വലിച്ചുകൊണ്ട് നടക്കുകയാണ്. ഈ ഞാൻ സൂചിപ്പിച്ചിരിക്കാൻ ഒന്നുകൂടി ആവർത്തിക്കുക, ഈ ദൈവം ബന്ധപ്പെട്ട് വളരെ ധൃതി പിടിച്ചിട്ട് വരട്ടെ, നീന്ത് നടപ്പാക്കട്ടെ, നമുക്ക് കാണാം. ഈ അഹന്തയുടെ കൊടുമുടിയിലാണ് ദൈവത്തെ അവഹേളിച്ചുകൊണ്ട് ഇങ്ങനെ പറയുക. ഈ ദൈവത്തിന്റെ പദ്ധതി വേഗം പൂർത്തിയാകട്ടെ, പെട്ടെന്ന് തന്നെ പൂർത്തിയാകട്ടെ, തന്നെ ന്യായവിധി നടപ്പാക്കട്ടെ, നമുക്ക് കാണാമല്ലോ എന്ന് വെല്ലുവിളിക്കുകയാണ്. അതായത് തങ്ങളെ കൂടാതെ, ഈ അരമനയിലുള്ളവരെ കൂടാതെ ദൈവത്തിന് എന്ത് പദ്ധതി നടപ്പാക്കാൻ പറ്റും അത് കാണട്ടെ എന്നാണ് ഈ അരമനയിലുള്ളവർ പറയുന്നത്, രാജാവിന്റെ അരമനയിലുള്ളവർ പറയണേ. ഈ പ്രവാചകനും ജനവും അതൊക്കെ വലുതും പറയും, പക്ഷെ അരമനയിലുള്ളവർ കൂടാതെ ദൈവത്തിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അപ്പൊ ദൈവത്തെ തന്നെ വെല്ലുവിളിക്കുക. ഈ അഹന്തയുടെ കൊടുമുടിയിലാണ് അങ്ങനെ സംഭവിക്കുക. ആ പശ്ചാത്തലത്തിലാണ് ഇപ്പൊ എന്നോട് ചോദിച്ച ചോദ്യം, തിന്മയെ നന്മയെന്നും ഇരുളിനെ വെളിച്ചമെന്നും ഒക്കെ കണക്കാക്കുന്ന ആ സംഗതി. അതായത് പാപം ശീലമാക്കിയവർ എന്നാണ് എൻ്റെ അർത്ഥം. പാപം ശീലമാക്കിയവർ, അവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ശീലം പാപം ചെയ്യലാണ്. അങ്ങനെ വരുമ്പോൾ തിന്മ ഏത് നന്മ ഏത് എന്ന തിരിച്ചറിവ് തന്നെ ഇല്ലാണ്ടാവും. ആ തിരിച്ചറിവിനുള്ള കഴിവ് തന്നെ നഷ്ടപ്പെടും. ദൈവവിചാരം നഷ്ടപ്പെടുന്ന സമുദായത്തില്, ദൈവവിചാരം നഷ്ടപ്പെടുന്ന നേതൃത്വത്തിൽ പ്രത്യേകിച്ച് ഈ നന്മയും തിന്മയും തമ്മിൽ വേർതിരിച്ചറിയാൻ കഴിവ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. ഇപ്പൊ നമുക്ക് നമ്മുടെ നാട്ടിലെ ഒരു ഉദാഹരണം നമ്മുടെ കൺവെട്ടത്ത് കാണാൻ നോക്കിയാൽ, ഇല്ലിസിറ്റ് കുർബാനയും ലിസിറ്റ് കുർബാനയും നമ്മൾ അന്തരം നേതാക്കന്മാർക്കും ഇല്ല, ജനങ്ങൾക്കും ഇല്ല. അല്ലേ? ഒരേ പള്ളിയിൽ അല്ലെങ്കിൽ ഒരേ സഭയില് ഒരേ ബലിപീഠത്തിൽ ഇല്ലിസിറ്റും ലിസിറ്റും അങ്ങനെ ചൊല്ലുന്ന ഒരു പ്രയാസം അവർക്ക് തോന്നണില്ല, നേതാക്കന്മാർക്കും തോന്നണില്ല, അതിൽ പങ്കെടുക്കുന്നവർക്കും തോന്നുന്നില്ല. എന്താ കാര്യം? ദൈവവിചാരം തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു, ദൈവചിന്ത നഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഹൃദയത്തിൽ മുഴുവൻ ഈ പാപച്ചാച്ചിലുകളാണ്. തോന്നിയാസം പോലെ ജീവിതം, അനിയന്ത്രിതമായ മോഹങ്ങള് മനസ്സിനെ അത് സാവകാശം അന്ധമാക്കും. അപ്പൊ ദൈവികമായ ധാർമ്മിക ക്രമത്തിന്റെ സത്യം കാണാൻ പറ്റാത്ത തരത്തിൽ അത് അവരുടെ ജീവിതത്തിൽ ഇരുട്ടാക്കി കളഞ്ഞിരിക്കുന്നു. റോമാലേഖനം 1:21 പൗലോസ് അത് പറയുന്നുണ്ട്, FSC ലേഖനം 4:18 പറയുന്നുണ്ട്. ഞാൻ വേറൊരു ഉദാഹരണം പറയാം. ഇപ്പൊ നമ്മുടെ നാട്ടിൽ സനാതന ധർമ്മം എന്ന് പറയുന്നു. എന്താണ് ഈ സനാതന ധർമ്മം? സനാതന ധർമ്മത്തിൽ എല്ലാ കാലത്തേക്കുള്ള ധർമ്മം എന്ന് പറഞ്ഞിട്ട് പറയുന്ന എന്താണ്? എല്ലാ മനുഷ്യരും തുല്യരല്ല, മനുഷ്യരെല്ലാവരും തുല്യരല്ല. ചിലര് മേലാള ജാതിയാണ്, അതിൽ തന്നെ പിന്നെയുണ്ട് വകുപ്പുകൾ, പിന്നെ 4 ജാതിയായിട്ട് മതം തന്നെ ജാതി വ്യവസ്ഥയിൽ. ഇതാണ് സനാതന ധർമ്മം. പിന്നെ കുറെ പേര് പുറജാതികളാണ്, അതായത് ഈ ജാതി വ്യവസ്ഥയ്ക്ക് പുറത്തുള്ളവര്. നിങ്ങളെയും ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് അവർ പറയണേ. ഞാൻ വടക്കേ ഇന്ത്യയിലൊക്കെ പോയപ്പോൾ അവിടെ ഈ ജാതി വ്യവസ്ഥയെ ഇങ്ങനെ അനുകൂലിച്ച് സനാതന ധർമ്മത്തെ അനുകൂലിച്ച് സംസാരിച്ചവരോട് ചോദിച്ചപ്പോൾ ഞങ്ങളുടെ മനുഷ്യരെല്ലാവരും തുല്യരല്ലേ ചോദിച്ചപ്പോൾ തുല്യരല്ലെന്ന് അവർ പറഞ്ഞത്. മാത്രമല്ല അല്ലെന്നും കരുതി നിങ്ങളെ ആരും പുറത്താക്കിയിട്ടില്ല, കാരണം നിങ്ങൾ പുറജാതികളാണ്, ഔട്ട് കാസ്റ്റ് ആണ്. ഞങ്ങളുടെ ജാതി വ്യവസ്ഥയ്ക്ക് പുറത്താണെങ്കിലും നിങ്ങളെ ഞങ്ങൾ പുറജാതിയായിട്ട് കണ്ടിട്ടുണ്ട്. കണ്ടോ? എന്നിട്ട് അതിലെന്ത് തിന്മയാണെന്ന് ചോദിക്കണേ? സനാതന ധർമ്മത്തിൽ എന്ത് തിന്മയെന്നാണ് ആൾക്കാർ ചോദിക്കണേ? അത് മനുഷ്യരെല്ലാവരെയും പല തട്ടുകളായി തിരിച്ച് ചിലര് മേലാളന്മാരും ചിലർ കീഴാളന്മാരും ചിലർ പുറജാതിക്കാരും ചിലർ അയിത്തജാതിക്കാരുമായി നിർത്തുന്നതിൽ എന്താണ് തെറ്റ്? ഞങ്ങള് ഈ വടക്കേ ഇന്ത്യയിലുള്ള വെളുത്തവര് തെക്കേ ഇന്ത്യയിലുള്ള കറുത്തവരെ അക്കോമഡേറ്റ് ചെയ്യുന്നില്ല എന്നാണ് ഒരു മന്ത്രി ചോദിച്ചത്. അക്കോമഡേറ്റ് ചെയ്യുന്നു. ഇന്ത്യയിലെ ആദിവാസികളാണ് ഈ കറുത്തവര്, വെളുത്തവര് പുറത്തുനിന്ന് വന്നവരാ.
എന്നിട്ട് വെളുത്തവർ കറുത്തവരോട് പറയാണ് നിങ്ങളെ ഞങ്ങൾ അക്കോമഡേറ്റ് ചെയ്യുന്നു. എന്നിട്ട് കറുത്തവർക്കും വെളുത്തവരായിരിക്കാനാണ് മോഹം, അത് വേറെ കാര്യം. ഈ സ്വന്തം സ്വത്വം അന്വേഷിക്കാതെ അതിൽ അഭിമാനം കൊള്ളാതെ അന്യന്റെ അയൽപ്പക്കത്തെ ഈ നന്മയെ തേടി പോകുകയാണ്. സീറോ മലബാർ സഭയിൽ ഇത് തന്നെയാണ്. കത്തോലിക്ക സഭയിലെ ഏറ്റവും പ്രാചീനമായ ലിറ്റർജിയാണ് അദ്ദായിമാരെ സ്ലീഹന്മാർ ലിറ്റർജി. അത്രയും പഴക്കമുള്ള പ്രാചീനത്വമുള്ള പുരാതനത്വമുള്ള ഒരു ലിറ്റർജിയും കർത്താവ് ഈശോമിശിഹ കൊണ്ടുവന്നിട്ടില്ല. എന്നിട്ടും ഈ അയൽപ്പക്കത്തെ അത് അപ്പാടെ സ്വീകരിക്കുകയോ അതില്ല, അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് വേണമെന്ന് പറഞ്ഞ് നടക്കുകയാണ്. ആ ഡ്യൂപ്ലിക്കേറ്റിൽ ആദ്യത്തെ വായന ഖുറാനിൽ നിന്നായിരിക്കണം, രണ്ടാമത്തെ വായന ഭഗവത്ഗീത ആയിരിക്കണം. കാരണം എന്താ, മുസ്ലിം ലീഗിനെയും BJPനെയും ഒക്കെ നമ്മൾ ഉൾച്ചേർത്തണ്ടേ? ഇതാണ് അവരുടെ വാദഗതി. ഇതിനെയാണ് ഭാരതീയ പൂജ എന്ന് പറയണേ. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സഭയുടെ നേതൃത്വത്തെ അവര് ബ്ലാക്ക് മെയിൽ ചെയ്ത് ഈ സഭയ്ക്ക് ഡാമേജ് വരുത്തണേ. ഇപ്പൊ ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഈ മേലാള കീഴാള ജാതി ആ സനാതന ധർമ്മത്തിൽ തെറ്റ് എന്താണെന്ന് പോലും അവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല.